വെൽക്കം ടു മൈ ചാനൽ. അപ്പം ഞാൻ ഇന്ന് ഹോൾട്ടർ നെക്ക് തന്നെയാണ്, വേറൊരു മോഡലാണ്, ന്യൂ മോഡലാണ് എടുക്കുന്നത്. അപ്പം നിങ്ങൾ തയ്ച്ച് നോക്കി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ ഇതും ഒരു ജീൻസിൻ്റെ ടോപ്പ് തന്നെയാണ് എടുക്കുന്നത്. ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 25 ഇഞ്ചാണ്. 25ഉം നമുക്ക് 2 ഇഞ്ച് കൂടെ കൂട്ടിയെടുക്കാം. അപ്പോൾ 27ആണ്. അപ്പം നമ്മൾ ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഹോൾട്ടർ നെക്ക് ഫസ്റ്റ് ചെയ്തതുപോലെ കോളർ പോലെ വരികയാണ് ചെയ്യേണ്ടത്. അത് നമുക്ക് കെട്ടായിട്ടും കൊടുക്കാം, അല്ലെങ്കിൽ ബാക്കിൽ യോജിപ്പിച്ചും എടുക്കാം. 2 രീതിയിൽ ചെയ്യാം. അപ്പോൾ ഇതിന് നമുക്ക് വേണ്ടത് മോളിലേക്ക്, അതായത് അപ്പോൾ ഇതിൻ്റെ ഷോൾഡർ എന്ന് പറയുന്ന 15 ഇഞ്ചാണ് കേട്ടോ. ഷോൾഡർ 15 ഇഞ്ചും അതിൻ്റെ വണ്ണം ചെസ്റ്റ് എന്ന് പറയുന്നത് 36ആണ്. അപ്പം ഞാൻ അതെല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചേക്കാണ്. കാൽക്കുലേറ്റ് വെച്ചാൽ നിങ്ങൾക്ക് അറിയാം, എൻ്റെ കാൽക്കുലേഷനൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. ഇനി ഇതിൽ നമുക്ക് അളവുകൾ എടുക്കാം. ഈ അളവുകൾ എടുക്കുമ്പോൾ നമുക്ക് ആദ്യം എടുക്കേണ്ടത് ഷോൾഡറാണ് അല്ലേ. അപ്പോൾ നമ്മൾ ഈ ഒരു 4 ഇഞ്ച്, ഒരു 4.5 ഇഞ്ച് വിട്ടിട്ടാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. 4.5 ഇഞ്ച് വിട്ടിട്ടാണ് ഞാൻ ഷോൾഡർ 7.5 അടയാളപ്പെടുത്തുന്നത്. ഓക്കെ, 7.5 അതവിടെ കിടന്നോട്ടെ. അതിനുശേഷം പിന്നെ ജസ്റ്റ് ബാക്കിയൊക്കെ വരേണ്ടത് ഇത് പറഞ്ഞതിന് ശേഷമാണ് അതൊക്കെ വരേണ്ടത്. അപ്പം ഞാൻ ഇതിൻ്റെ കഴുത്തകലം എടുക്കുന്നത് 3 ഇഞ്ചാണ് കേട്ടോ. 3 ഇഞ്ചാ കഴുത്തകലം എടുക്കുന്നത്. 2.5 വേണേലും എടുക്കാം. ഇതെങ്ങനെ എടുക്കുന്നു എന്ന് ചോദിച്ചാൽ ഇതിൻ്റെ ചെസ്റ്റ് 36ആണ്. ചെസ്റ്റിൻ്റെ 12-1 ഞാൻ എടുത്തേക്കുന്നത്. അല്ലെങ്കിൽ നെക്ക് റൗണ്ട് നോക്കിയിട്ട് എടുക്കാം. ഇത് രണ്ടും ഞാൻ പറഞ്ഞിട്ടുണ്ട്. നെക്ക് റൗണ്ട് നോക്കി നെക്ക് റൗണ്ടിന്റെ 5-1 എടുക്കാം, 6-1 എടുക്കാം. അത് ഓരോ വണ്ണം ഉള്ളവർക്ക് നമുക്ക് എങ്ങനെയാണോ ആപ്റ്റ് ആകുന്നത് അതുപോലെ എടുക്കുക. ഓക്കെ, അപ്പൊ ഞാൻ ഇതിൽ എടുത്തേക്കുന്നത് 3 ഇഞ്ചാണ്. 3 ഇഞ്ച്. അപ്പൊ ഈ 3 ഇഞ്ച് ഇങ്ങനെ എടുത്തിട്ട് കഴുത്തിറക്കം നമ്മുടെ ആവശ്യത്തിന് നമുക്ക് എടുക്കാം. ഞാനിപ്പോ ഇവിടെ എടുക്കുന്നത് 6 ഇഞ്ചാണ് എടുക്കുന്നത് കേട്ടോ. 6-6.5 എടുക്കാം. അത് നമ്മൾക്ക് നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് ആ ഒരു ഷേപ്പിൽ വരാൻ വേണ്ടിയിട്ട് കറക്റ്റ് ചെയ്ത് എടുക്കാം. ഓക്കെ, അവരവരുടെ ഇഷ്ടം പോലാണ് കഴുത്തകലം എടുക്കുന്നത്. ഇനി അടുത്തത്, ഇവിടെ നമ്മൾ ഷോൾഡർ 7.5 എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഷോൾഡർ വേണ്ട. മുകളിലേക്ക് നമ്മൾ കെട്ടല്ല കൊടുക്കുന്നത്, ജോയിൻ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടെ എടുക്കുന്നത് ഞാനൊരു 2.5 ഇഞ്ച് എടുക്കുന്നുള്ളൂ കേട്ടോ. 2.5 ഇഞ്ച്. എത്ര? 2.5 ഇഞ്ച്. അവിടെ നിന്നാണ് ഞാൻ 7.5 താഴേക്ക് കൊടുക്കുന്നത്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കേട്ടോ. അതായത് ഞാനിവിടെ കൊടുക്കുന്ന ഒരു 2.5 ഇഞ്ചാണ്. ഈ 2.5 ഇത് കൊടുക്കുന്നുള്ളൂ. ഇത് ഇങ്ങനെ മുകളിലേക്ക് വരേണ്ടത് കൊണ്ട് ഞാൻ ആ 2.5 മാത്രമാണ് കൊടുക്കുന്നത്. അപ്പോൾ വീണ്ടും ഞാൻ അത്രയും തന്നെ എടുത്തു. നമുക്ക് ഇവിടുത്തെ വണ്ണം എന്ന് പറയുന്നത് 11.5 ചെസ്റ്റ് വരുന്ന 11 ഇഞ്ചാണ്. ഞാൻ ആ 11 മാർക്ക് ചെയ്ത് കൊടുത്തു. ഓക്കെ, ഇനി ഇത് നമുക്ക് വരുന്നത് മോളില് കെട്ടും വെച്ച് കൊടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ കെട്ടല്ല, ഇങ്ങനെ കോളർ പോലെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ അങ്ങനെയും കൊടുക്കാം. അപ്പൊ ഇവിടെ നമ്മൾ വരുന്നത്, ഇവിടുന്ന് നമ്മൾ 3 ഇഞ്ചാണ് എടുത്തത്. അതുപോലെ 3 ഇഞ്ച് മുകളിലേക്ക് അടയാളപ്പെടുത്തുക. ഓക്കെ, അടയാളപ്പെടുത്തിയതിന് ശേഷം ഇതിനെ നമ്മൾ ഇങ്ങനെ വരച്ചു കണ്ടോ. അതായത് ഈ 3 ഇഞ്ച് അകലം എടുത്തു, ആ 3 ഇഞ്ച് തന്നെ നമ്മൾ മുകളിലേക്കും എടുത്തതിന് ശേഷം ഇതിനെ നമ്മൾ ജോയിൻ ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഇത്രയേ ഉള്ളൂ കാര്യം. വളരെ സിമ്പിളാണ്, വളരെ സിമ്പിളായിട്ട് എടുക്കാം. പക്ഷെ ഇതിന് എടുക്കുന്നതിന് ഒരു നാക്കുണ്ട്. അതുപോലെ തന്നെ ബാക്കിലെ പീസ് എന്ന് പറയുന്നത്, നമുക്ക് ബാക്കിൽ പീസ് വേണം. ഈ കോളറുമായിട്ട് ഇതുമായിട്ട് ഒരു ജോയിന്റും ഇല്ലാത്തതാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. ആദ്യം ഇത് നിങ്ങൾ മനസ്സിലാക്കുക. ഞാൻ കഴുത്തകലം എത്ര എടുത്തോ ആ കഴുത്തകലം തന്നെയാണ് മുകളിലേക്ക് കൊടുത്തിട്ട് ഇതിനെ ഞാൻ ജോയിൻ ചെയ്തേക്കാണ്. ഓക്കെ, വണ്ണം ഞാൻ 11 ഇഞ്ച് എടുത്തു. അടുത്തത് ഇതിന്റെ ഇടവണ്ണം, അതിന് അപ്പർ വേസ്റ്റ് ലെങ്ത് എന്ന് പറയുന്നത് 14ആണ്. അവിടുത്തെ വണ്ണം വരുന്നത്, അതിന്റെ വണ്ണം എന്ന് പറയുന്നത് 28ആണ്. അപ്പൊ വരുന്നത് 9 ഇഞ്ച് കേട്ടോ. 9. ഇനി ലെങ്ത് ഞാൻ പറഞ്ഞു. ലെങ്ത് വരുന്നത്, ടോപ്പിന്റെ ലെങ്ത് വരുന്നത് 25ആണ്. അപ്പൊ നമ്മൾ ഇവിടുന്ന് ലെങ്ത് എടുക്കുകയുള്ളൂ. 25 2 27 എടുത്തു. അവിടുത്തെ വണ്ണം എന്ന് പറയുന്നത് നമുക്ക് ഒരു 11.5 വേണ്ടത് കേട്ടോ. കാരണം വണ്ണം വരുന്ന 38ആണ്.
അപ്പൊ ഞാൻ 11.5 എടുക്കുന്നത്. ഇതൊന്നും ഞാൻ അത്ര കാര്യമായിട്ട് പറഞ്ഞു തരാത്തത്. ഇതെല്ലാം നിങ്ങൾക്ക് അറിയാവുന്നതാണ്. നമുക്ക് ഇവിടെ മാത്രമാണ്. ഇത് വളരെ ഷേപ്പ് ഉള്ള ഒരു ബോഡിയാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ വന്നേക്കുന്നത് കേട്ടോ. വളരെ ഷേപ്പ് ഉള്ള ബോഡിയാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ വന്നേക്കുന്നത്. ഓക്കെ, ഇത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഇത് നിങ്ങൾ തയ്ച്ചു നോക്കിയാൽ മാത്രം, ഇത് കണ്ടത് കൊണ്ടൊന്നും മനസ്സിലാവൂല. നമുക്ക് ഈ നെക്ക് ഏത് വേണേലും വെച്ച് കൊടുക്കും. നിങ്ങൾ തയ്ച്ചു നോക്കുമ്പോൾ മാത്രമേ അതിന്റെ ഫോൾട്ട് എന്താണെന്ന് മനസ്സിലാവുള്ളൂ. ഇനി ഇതിന്റെ ബാക്ക് എടുക്കുന്നത്, ഈ ബാക്ക് പീസ് ഞാൻ ചെയ്യുന്നത് എലാസ്റ്റിക് വെച്ചിട്ട്, ഞാൻ ഈ ബാക്കിൽ നമുക്ക് ജോയിന്റ് ഇവിടുന്ന് ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെ കുറച്ച് ഭാഗം മാത്രമേ ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അത് ഞാൻ തയ്ച്ചതിന് ശേഷം കാണിച്ചു തരാം. അതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക, പറഞ്ഞു തരാം. ഞാൻ എലാസ്റ്റിക് ആണ് വെച്ച് തയ്ക്കുന്നത്. ഇതാ കണ്ടോ, ഇതേപോലെ എലാസ്റ്റിക് വെച്ചിട്ട് ബാക്കിൽ ചെയ്താൽ മതി. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ബാക്കിന്റെ വണ്ണം അനുസരിച്ച് പീസ് എടുത്താൽ മതി. ഇവിടുന്ന് പീസ് എടുത്തതിന് ശേഷം ബാക്കിന്റെ ഇത്രയും പീസ് മതി, ബാക്കിൽ സിപ്പ് വെച്ച് കൊടുത്തിട്ട് അത് ചെയ്യാവുന്നതാണ്. അല്ലെ സൈഡ് സിപ്പ് വെക്കുക. അത് നിങ്ങളുടെ, അതായത് നമുക്ക് എന്ത് ചെയ്താലാണ് ഭംഗി വരുന്നത്, അല്ലെ നിങ്ങൾ എങ്ങനെയാണ് പഠിക്കേണ്ടത്, അതുപോലെ നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പൊ അതേപോലെ നമുക്ക് സിപ്പ് വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ സൈഡ് സിപ്പ് വെച്ച് കൊടുക്കുക, അല്ലെ ഇതേപോലെ ചെയ്യും. ഇതിപ്പോ നിങ്ങൾ ഈ കോളർ തന്നെ വെക്കണമെന്നില്ല, കെട്ട് വെച്ചാലും മതിയാവും കേട്ടോ. കെട്ടാണെങ്കിലും നിങ്ങൾക്ക് വളരെ ഇതായിട്ട് ചെയ്യാൻ പറ്റും. അത് നിങ്ങൾക്ക് സൗകര്യം എന്താണോ അതിനനുസരിച്ച് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് തയ്ച്ചതിന് ശേഷം കാണാം. ഓക്കെ, ബൈ.